അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് വേണം പറയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ, ഇപ്പം പരീക്ഷ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം. ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം. പെട്ട് തുടങ്ങാതെ എടുക്കുക. ഇനി പ്രമാണം അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ പോകുന്നവരുണ്ട്, ബാങ്കിൽ പോകുന്നവരുണ്ട്, പാസ്ബുക്ക് കയ്യിൽ വെക്കാം. ഈ പ്രാർത്ഥനാ സമയം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കൾ ദൈവതിരുസന്നിധി ഉയർത്തി വെക്കാം. ഇനി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പീഡികക്കട തുടങ്ങണമെന്ന് വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, വേറെ പീഡികക്കട വെക്കുമ്പോൾ വലിയ കാശൊക്കെ ആണ്, വീട്ടിൽ തന്നെ ഒരു മുറി സെറ്റ് ചെയ്തിട്ട് പീഡികക്കട, പാവപ്പെട്ടവരുടെ ജീവിതമാണത്. അപ്പോൾ അവർ അവിടെ പോയി നിൽക്കും. ഈ മൊബൈൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് പോയി നിൽക്കണം, ആ മുറിക്ക് പോയി നിൽക്കണം. പുറത്താണെങ്കിൽ പുറത്ത്. നിങ്ങളുടെ നാൽക്കാലികൾക്ക് ഒരു രോഗമാണെന്ന് വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ തൊഴുത്തിൽ പോയി നിൽക്കണം, അതെടുത്ത് പ്രാർത്ഥിക്കും. എന്താണ് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവാധിഷ്ഠിതമാണ്. നമ്മൾ ദൈവാധീനം എന്ന് പറയത്തില്ല, ദൈവത്തിന് അധീനം. ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയുന്നത്. ദൈവം അതിന് നമ്മൾ നല്ല ഭാഷ സ്വർഗരാജ്യം എന്ന് പറയും. ദൈവത്തിൻ്റെ അധീനത എല്ലാം
ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള സത്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളുടെ ആ വിഷയത്തിന് മേൽ നമ്മൾ സമർപ്പിക്കുന്നത്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇപ്പോഴങ്ങയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോ റോമ 10:9 പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചുകൊണ്ട് ഉയർപ്പിക്കുകയും ചെയ്യുന്നവൻ. കർത്താവെ, രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പ്രാപിച്ച എല്ലാ മക്കളെയും നീ ആ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാസനാമേ, പരിശുദ്ധമേ, ദേവമാതാവേ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നിനച്ചറിയാതിരിക്കും മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. അതിൻ്റെ പേരുണ്ടാകുന്ന വാഹന അപകടങ്ങൾ എത്ര മനുഷ്യരെയാണ് കണ്ണീരാർത്തുന്നത്, എത്ര കുടുംബങ്ങളെയാണ് കണ്ണീരാർത്തുന്നത്. ഈ ദിവസങ്ങളിൽ മരണം സംഭവിച്ച വീടുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. അവരും അവരുടെ കണ്ണീരും മാത്രം ബാക്കിയായിരിക്കുന്നു. കർത്താവേ, നീ മാത്രം അവിടുന്ന് പോരല്ലേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ ഭവനങ്ങളിൽ അങ്ങ് കർത്താവ് ശക്തിയായിട്ട് അവരെ സാന്ത്വനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടുമ്പോൾ കർത്താവ് നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും. ഈശോയെ, 10,000-10,000 പേര് മരിപ്പിന് വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും. അവരെ താങ്ങാനും നിലനിർത്താനും അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവർ സംരക്ഷിക്കണമേ, സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സ്നേഹം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിന് കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോശപ്പെടുത്തവനെ, തൽവാരോശപ്പെടുത്തവനെ, മനുഷ്യനെ ഏൽപ്പിച്ചവനെ, നിന്റെ തിരുനാമശ്രുതി പറയുന്ന കർത്താവേ, നിന്റെ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണമേ. നീ ഏത് ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാനുള്ള കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കർത്താവേ, ആ സമാധാനം മക്കൾക്ക് അനുവേദ്യമാക്കാൻ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ഹൃദയ കവാടങ്ങളെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈശോയെ. അത് ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ സംഹാരദൂതൻ കടന്നു പോയപ്പോൾ പെസഹായിലൂടെ കടന്നു പോകുമ്പോഴേ കർത്താവേ, കുഞ്ഞാടിൻ്റെ രക്തത്തെ കൈമുക്കിയ വാതിൽപ്പടികളുടെ രക്തത്തിൻ്റെ മുദ്രകൾ കണ്ടപ്പോൾ അവരെ സ്പർശിക്കാതെ കടന്നുപോയ പോലെ കർത്താവേ, നിന്റെ കരുണ, നിന്റെ വിശുദ്ധമായ രക്തം മക്കളുടെ ഹൃദയത്തെ, ജീവിതത്തെ അങ്ങ് മുദ്ര വെക്കണമേ. സംഹാരം അവരെ കാണാതെ കണ്ട് കടന്നു പോകാൻ ഇടയാക്കണമേ. കർത്താവേ, സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കാലം കൂടുതൽ സങ്കീർണമാകുമ്പോൾ അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, മക്കളെ അല്ല അമ്മ വളർത്തിയതുപോലെ സുവിശേഷത്തിൽ ഞങ്ങളെ വളർത്തണം. സങ്കീർണമായ കാലത്തെ അതിജീവിക്കാൻ സങ്കീർണമായ ശക്തമായ ആധ്യാത്മികയുടെ അഭിഷേകത്താൽ അമ്മേ, അങ്ങയുടെ മക്കളെ സുവിശേഷത്തിൽ വളർത്തണം. നീ എങ്ങനെയാണോ ഉണ്ണീശയെ വളർത്തിയത്, എങ്ങനെയാണോ യേശുവിൻ്റെ കൂടെ രക്ഷാകരമായ എല്ലാ ദിനങ്ങളിലും നീ നടന്നു പോയത്, എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ നീ കുരിശിൻ്റെ ചുവട് നിന്നത്, അമ്മേ, നിന്നെ പോലെ ആരുമില്ല. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ, ദൈവശക്തിനൊക്കെ ആവശ്യിക്കട്ടെ. സർവോപരി കർത്താവേ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമം നീങ്ങി പോകട്ടെ. ഓക്കെ, നമ്മളുടെ ജെറമിയായുടെ പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. എന്താ ഞാൻ ഇതിപ്പോ നിങ്ങൾ കേൾക്കുമ്പോ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു വചനം എടുത്ത അങ്ങനെയൊന്നും ഇല്ല. ചെയ്യും എന്ന് പറഞ്ഞ സംഭവമില്ലേ,
അതിലെല്ലാം ഒരു വാട്ടർമാർക്ക് അടക്കമുണ്ട്. എന്തിൻ്റെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് സുനിശ്ചിതമാക്കാൻ വേണ്ടി. ഭാവി സംഭവം പറയണേ, ഭാവി അനിശ്ചിതമാണ്. വിശ്വാസം പറയും ഭാവി ഒരിക്കലും അനിശ്ചിതമല്ല, ഭാവി സുനിശ്ചിതമാണ്. എന്താ കാര്യം? നമ്മുടെ ഭാവി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാലാണ് സുരക്ഷിതമാകണത്. എന്താ കാര്യം? നമ്മുടെ ഭാവി കാര്യം എന്താ? ഈശോ ഞാൻ വീണ്ടും നിങ്ങളെ ഐശ്വര്യപൂർണ്ണമാക്കും. അതാരാ പറയണത്? അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഭരണം തീരണ ഭരണകർത്താക്കളല്ലേ പറയണത്. ഒരിക്കലും ഭരണം തീരാത്ത കർത്താവാണ് പറയണത്. എന്താണ്? ഞാൻ നിങ്ങളെ വായിച്ചത്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. എന്ത് സംഭവം അറിയാമോ? കരുണ ചൊരിയുക എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് അക്കോർഡിംഗ് ടു അവർ മെറിറ്റ്സ്. എന്താണ് ബൈബിളിൽ എന്താ? നമ്മൾ എഫേസ്യസ് 2:8 എപ്പോഴും വായിക്കുന്നില്ല. എന്താ വായിക്കണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കരുണ കൊണ്ടാണ്. അപ്പം കരുണ എന്ന് പറയണത് നമ്മുടെ യോഗ്യത, നമുക്ക് യോഗ്യതയില്ല ഭാവിക്ക് വേണ്ട, നമ്മുടെ ഭാവിക്ക് വേണ്ട റിസോഴ്സസ് വേണ്ട, നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലില്ല. അപ്പം എന്തു ചെയ്യും? അതിന് ദൈവം ഔദാര്യം കരുണ കാണിക്കണം. അതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഐശ്വര്യപൂർണ്ണമാക്കും. പിന്നെ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. രണ്ട് കണക്കാണ്. കാര്യം നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഐശ്വര്യം കിട്ടണത്. നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഐശ്വര്യം കിട്ടണം. പിന്നെ എന്താണ്? കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്. അപ്പം നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കരുണയെ തന്നെയാണ്. പക്ഷെ കർത്താവിൻ്റെ കരുണയെ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യണം? അവർ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം വീണ്ടും നൽകുമെന്ന് പറയുമ്പോഴേ അതൊരു വാഗ്ദാനമാണത്. വാഗ്ദാനം നമുക്ക് എങ്ങനെ ലഭിക്കണത്? എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതിനാണ് വാഗ്ദാനം എന്ന് പറയണത്. ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ നമ്മൾ പുൾ ഔട്ട് ചെയ്യണം. അതിനാണ് പ്രോമിസ്. ഇപ്പം പ്രോമിസ് എന്ന് നമ്മൾ പറയത്തില്ലേ, പ്രോമിത്തരെ ടു പുൾ ഔട്ട്. അത് പ്രോമിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ലത്തീൻ അതിനെ ധാതു പിരിക്കുമ്പോൾ കിട പ്രോമിത്തരെ ടു പുൾ ഔട്ട്, വലിച്ചു അപ്പോൾ വാക്കിൻ്റെ ഉള്ളിരിക്കുന്ന ദാനത്തെ നമ്മൾ വലിച്ചു പുറത്തെടുക്കണം. എങ്ങനെയാണ് വലിച്ചു പുറത്തെടുക്കണത്? വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു, വാഗ്ദാനങ്ങൾ പ്രത്യാശിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകിയ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നത്. വീണ്ടും ഐശ്വര്യപ്പെടുന്ന വാക്കിന് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ച് ഐശ്വര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് തോമസ് മാത്യു. ഇത് എൻ്റെ വൈഫ് ഷിലു, 3 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് വരുന്നു. ദൈവകൃപയാൽ ഞങ്ങൾക്ക് 2019 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി ഉണ്ടായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ദൈവകൃപയുമാണ് നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് ഒന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് 16 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ്. വൈഫ് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാനൊരു കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്യുമായിരുന്നു. 3ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് വൈഫിന് ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുകയും ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ആ സമയം ഒരാളുടെ മാത്രം ജോലി കൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊരു ഭാഗ്യം കിട്ടി. അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ചെറിയ ജോലിയും രാജിവെച്ചു. എന്നിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു. ഇപ്പം ബിസിനസ് മുൻപ് പരിചയമില്ലാത്ത മേഖലയായിരുന്നു. ആദ്യമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങൊക്കെ റിനോവേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഉടമ്പടി എടുത്തെങ്കിലും ബിസിനസ് തുടങ്ങിയ സമയത്ത് ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, വർക്കുകളുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയും.
പക്ഷേ ആരും വർക്കുകളൊന്നും തരത്തില്ലായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ആശ്രയിക്കാൻ തുടങ്ങി. പെയ്ഡ് ആടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വർക്കൊക്കെ കിട്ടുമെന്ന് ഓർത്ത് ഒരുപാട് പൈസയൊക്കെ മുടക്കി ആടുകളൊക്കെ ഇട്ടെങ്കിലും നല്ല വർക്കുകളൊന്നും ലഭിച്ചില്ല. അന്നേരം പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഒരു മധ്യസ്ഥം ചോദിക്കാനൊരു തോന്നലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയെ ആശ്രയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയ ആശ്രയിച്ച തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ സഹായം യാചിച്ചു. അതിൻ്റെ ഫലമായി അന്ന് മുതൽ അനേക വർക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്നെല്ലാം വരികയും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരാൾ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും കാരണം ഞങ്ങൾക്ക് ബിസിനസ് ഒരു നല്ല വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു. അതിനെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ ഈ വർഷം മെയ് മാസത്തിൽ ഞങ്ങൾ MG ശ്രീകുമാറിൻ്റെ ഒരു ഷോ ഓസ്ട്രേലിയയിൽ നടത്തുന്നതിന് വേണ്ടി സൈൻ ചെയ്തു. ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഓൺ റിസ്കിലാണ് ആ പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടി സൈൻ ചെയ്തത്. MG ശ്രീകുമാറിൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മളത് കൈകൊടുത്തതാണ്. പക്ഷേ പ്രോഗ്രാം തുടങ്ങാൻ 2 ആഴ്ച ഉള്ളപ്പോഴും 850 സീറ്റ് ഉള്ളിടത്ത് വെറും 150 സീറ്റേ പോയിട്ടുള്ളായിരുന്നു. ആ സമയത്ത് അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. പ്രോഗ്രാം നടക്കുന്നതായിട്ടും കുറച്ച് ആൾക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു ഷോ നടക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ വളരെ ഞെട്ടി ഉണർന്നു, വളരെ വേർത്ത് വിഷമിച്ചു. ആ സമയത്ത് അന്നേരം ആ സ്വപ്നം എനിക്ക് മനസ്സിലായി, ആ സ്വപ്നം പ്രാർത്ഥിക്കാനുള്ളൊരു മുന്നറിയിപ്പാണെന്ന്. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ സഹായം യാചിച്ചു. അമ്മ ഈ ഷോ ഒരു അനുഗ്രഹമായി തീരും, പരിശുദ്ധ അമ്മ സഹായിക്കണം. ഞാൻ അമ്മയെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ഒത്തിരി മനുഷ്യരെ ആശ്രയിക്കാൻ ശ്രമം നടത്തി, ഒന്നും വിജയിച്ചില്ല. പരിശുദ്ധ അമ്മ സഹായിക്കണമെന്ന് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എല്ലാവരും ടിക്കറ്റ് എടുക്കുകയും ഷോ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. മൊത്തം ഹൗസ്ഫുള്ളായി. വൻ ഒരു ഷോ ആയിട്ട് വൻ വിജയമായിട്ട് ഷോ മാറാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾ ഈ സമയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് കോവിഡിന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ദൈവകൃപയിലൂടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ച കാരണം കോവിഡിൻ്റെ സമയത്തൊന്നും ഞങ്ങൾക്ക് ഒരു ബിസിനസ് ബുദ്ധിമുട്ടും ഉണ്ടാകും. ഒരു ദിവസം പോലും വർക്ക് ഇല്ലാതിരുന്നിട്ടില്ല. നല്ല രീതിയിൽ വർക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഈശോ അടിയങ്ങളെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് ഉണ്ടായ ഉടനെ ബ്രീച്ച് ബേബിയായിരുന്നു. അതിൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ എൻ്റെ വൈഫിൻ്റെ. എനിക്ക് ആദ്യത്തെ 2 നോർമൽ ഡെലിവറി ആയിരുന്നു. ഈ കുഞ്ഞിന് സിസേറിയനായിരുന്നു. അപ്പം സിസേറിയൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് ഞങ്ങളെ അത്ഭുതകരമായി സംരക്ഷണം നൽകിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, സിസേറിയൻ ചെയ്യുമ്പം ഈ വയറിൻ്റെ അടിഭാഗത്താണ് അവർ കട്ട് ചെയ്യുന്നത്. അവരങ്ങനെ കട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കൺട്രാക്ഷൻ വന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ തല സ്റ്റക്കായിട്ടിരുന്നു, കാലും ബോഡിയും മാത്രം പുറത്തു വന്നു. അപ്പം ഒരു മലയാളി നേഴ്സായിരുന്നു സിസേറിയനെ അസിസ്റ്റ് ചെയ്തത്. അപ്പം പ്രാർത്ഥിച്ചൊക്കെ ഞങ്ങളെ കയറ്റി. എന്നിട്ട് പുള്ളിക്കാരിയാണ് ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞത്, നിങ്ങൾ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്, തമ്പുരാനാണ് കുഞ്ഞുങ്ങളെ തരുന്നതെന്നുള്ളത് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പിന്നെ രോമാഞ്ചം ഉണ്ടാകുന്നു പറഞ്ഞു. കാരണം അന്നേരം കട്ട് ചെയ്ത സമയത്ത് കുഞ്ഞ് സ്റ്റക്കായപ്പം ഡോക്ടർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഡോക്ടർക്ക് പെട്ടെന്ന് എന്തോ ഒരു ശക്തി ആവസിച്ച പോലെ ആ ചേച്ചിക്ക് അനുഭവപ്പെട്ടു, ആ നേഴ്സിന്. അതിൻ്റെ കാരണം എനിക്ക് മൊത്തം ബോധം പോയില്ലെങ്കിലും അവിടെ എന്തോ കട്ടെന്നൊക്കെ പറയുന്നു, എന്തൊക്കെയോ എല്ലാവരും ഓടുന്ന പോലെയൊക്കെ തോന്നി. അപ്പം ഞങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നി. മാതാവിൻ്റെ കാശുരൂപം ഞങ്ങൾ 2 പേരും കൂടെ കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടറിന് തോന്നി ആ യൂട്രസ് മുകളിലേക്ക് കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഡോക്ടർ എല്ലാ റിസ്ക്കും അങ്ങനെ കട്ട് ചെയ്താൽ കുഞ്ഞിനെ ഒന്നുകിൽ മുറിവ് സംഭവിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകും. ഈ 2 റിസ്ക്കുകളുള്ളപ്പം ഒരു ഡോക്ടേഴ്സും അത് ചെയ്യാനായിട്ട് ധൈര്യപ്പെടത്തില്ല. പക്ഷേ ആ ഡോക്ടറിന് എന്തോ ഒരു ധൈര്യം വന്നു. അത് മാതാവാണ് ആ ധൈര്യം. മാതാവ് അവിടെ പ്രവർത്തിച്ചു. കൃപാസന മാതാവിൻ്റെ ഇടപെടലുണ്ടായി. ഡോക്ടർ മുകളിലേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കും ഉള്ള പോലെ ഒരു കട്ടല്ല, എനിക്ക് ഇൻസേഷനാണ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് മനസ്സിലായില്ലെന്നുള്ളൂ. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും കോംപ്ലിക്കേഷൻ തീർന്നില്ല. കുഞ്ഞ് കരഞ്ഞില്ല.
എന്നിട്ട് അപ്പം അപ്പോഴാണ് എനിക്ക് ഇച്ചിരിയൊക്കെ കാര്യം മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല, ഹാർട്ട് റേറ്റ് 0, ഓക്സിജൻ സാച്ചുറേഷൻ 0, എല്ലാം 0 ആയി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി, വെപ്രാളപ്പെട്ടു. അപ്പോൾ അനസ്തറ്റിസ്റ്റ് പറഞ്ഞു അവിടെ അടങ്ങി കിടക്കുക, റിലാക്സായി കിടക്കുക, കുഴപ്പമില്ലെന്ന്. പക്ഷേ എനിക്കറിയാം കുഴപ്പമുണ്ട്, കുഞ്ഞ് കരഞ്ഞില്ല, കുഞ്ഞിന് അനക്കമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നന്മ പറഞ്ഞു പറയുമ്പോൾ ചൊല്ലാം. സ്റ്റില്ല് ഞങ്ങളുടെ കാശ് രൂപം കയ്യിലുണ്ട്. ഓരോ നന്മ പറഞ്ഞു പറയുമ്പോൾ ചൊല്ലുമ്പോൾ അവളുടെ ഹാർട്ട് റേറ്റ് 1, 2, 3, 4 അങ്ങനെ 10 ആയി. അടുത്ത നന്മ പറഞ്ഞു പറയുമ്പോഴേക്ക് 20 ആയി, 40 ആയി, 60 ആയി. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. 0 ആയിരുന്ന സാച്ചുറേഷനും അതുപോലെ തന്നെ 20, 40, 60 അങ്ങനെ കയറി. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞ് കരഞ്ഞു, ടീമൊക്കെ വന്നു, എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞിനെ ജീവനോടെ കിട്ടി. അമ്മയുടെ മധ്യസ്ഥത്താൽ അമ്മ ഇറങ്ങി പ്രവർത്തിച്ചു. എന്നിട്ടും തീർന്നില്ല കോംപ്ലിക്കേഷൻസ്. അത് ഞാൻ 6 മാസമായപ്പം കുഞ്ഞിന് ഹിപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. കാരണം വയറ്റിൽ കിടന്നപ്പം ഇരിക്കുമായിരുന്നു, കാരണം അത് തിരിഞ്ഞ് കിടന്നപ്പം. അപ്പം കുഞ്ഞിൻ്റെ ഹിപ്പിന് ഒരു ആംഗിൾ വൈഡായിപ്പോയി. അപ്പോൾ അവരൊരു സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ബ്രേസ് ഇടണമെന്ന്. അങ്ങനെ ഒരു വലിയൊരു ബ്രേസ് ഇട്ടപ്പോൾ അവൾ കമ്മലുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ബ്രേസ് ഇട്ടപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായി. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ ബ്രേസ് ഇടുന്നില്ലെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയം. അപ്പം ഞാൻ ഗൂഗിൾ മീറ്റിൽ എനിക്ക് കയറാനൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ എവിടെ നിന്നൊക്കെയോ കോഡൊക്കെ കണ്ടുപിടിച്ച് ചാടി അതിൽ കയറിയപ്പോൾ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അച്ഛൻ എന്നോട് അപ്പോൾ ജോമോൾ എന്നെ വിളിച്ചു, എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. കുഞ്ഞ് കയ്യിരിക്കുന്ന കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ ഇത്ത വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ഇതിൽ ഞാൻ പ്രാർത്ഥിക്കുവാണ്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോ കുഞ്ഞ് സുഖപ്പെടുമെന്ന്. ഞാൻ വളരെ വിശ്വസിച്ച് അച്ഛൻ്റെ കൂടെ ഞാൻ വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ ഹിപ്പ് നോർമലായി. എൻ്റെ കൂടെ വേറെ ഒരു പഴയ ഒരു സാക്ഷിയോട് പറയാനുണ്ട്. അത് 2013 മൂത്ത ആൾക്ക് മൂത്രത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പോകുന്ന അസുഖം ഉണ്ടായിരുന്നു. ഒത്തിരി വർഷം മുമ്പാണ്. അന്ന് മദർ തെരേസയിലെ ഒരു സിസ്റ്റർ മരിയ ലൂസി, ആ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ജോസഫ് അച്ഛനുണ്ട്, ജോസഫ് അച്ഛൻ്റെ നമ്പർ തരാം. അന്ന് ഞങ്ങൾക്ക് ജോസഫ് അച്ഛൻ ആരാണെന്ന് ഒന്നും അറിയത്തില്ല, പക്ഷേ നമ്പർ കിട്ടി. പിന്നെ ഒരു കൃപാസനത്തിൽ പത്രവും തന്നു. അത് 2013 അന്ന് ഇങ്ങനെ കൃപാസനമൊന്നും അങ്ങനെ അറിയപ്പെടുന്ന സമയത്തല്ല. ആ സമയത്ത് ആ പത്രം ഞങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തന്നു. അപ്പോൾ എനിക്ക് പത്രം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞാൻ ആ പത്രം പിടിച്ച് ജോസഫ് അച്ഛനെ വിളിച്ച് ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാൻ. അങ്ങനെ മൂത്ത കുട്ടിയുടെ മൂത്രത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നു. അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ ആദ്യത്തെ ഇടപെടൽ ഉണ്ടായത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മ മാതാവിന് ഒത്തിരി നന്ദി. ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അമ്മ മാതാവിന് കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായി ഒരുപാട് ഉയരുവാൻ സാധിച്ചു. വചനം വായിക്കുന്നതിനും കൂടുതൽ വചനം പഠിക്കുന്നതിനും മറ്റുള്ളവരുടെ സുവിശേഷം സാക്ഷ്യങ്ങളൊക്കെ പറയുന്നതിനും ഒക്കെ ഒരു കൃപ ലഭിച്ചു. കാരുണ്യപ്രവർത്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ ആര് സഹായം ചോദിച്ചാലും ഞങ്ങളുടെ കഴിവിന് പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഉടമ്പടി പത്രം വിതരണം ചെയ്യുകയും ഞങ്ങളുടെ സാക്ഷ്യം വഴി മറ്റുള്ളവരെ ബലപ്പെടുത്തി. ഉടമ്പടി എടുത്ത പലരും ഓസ്ട്രേലിയയിലുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നതിനും ഉടമ്പടി എടുത്തവരെയൊക്കെ ബലപ്പെടുത്തുന്നതിനും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് ഞങ്ങൾ കൃപ നൽകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം നൽകി തന്ന ഉയർച്ച നൽകി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. സങ്കീർത്തനം 27:5 തിരുവചനം അരുളി ചെയ്യുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇവിടെ കുടുംബം ഒന്നിച്ചു വന്ന് കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഒരു വലിയ കൃപ തന്നെയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഇന്ന് തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അമ്മയുടെ മധ്യസ്ഥം തങ്ങൾക്ക് തുണയായി ഈശോ കൃപകൾ തങ്ങളിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് വർഷിച്ചു എന്ന് ഇവിടെ തോമസ് മാത്യു എന്ന ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുടുംബം ഒന്നിച്ചു വന്ന്
ക്ലേശകാലത്ത് അഭയം നൽകി പാറമേൽ നിർത്തുന്ന, ഉയർന്ന പാറമേൽ നിർത്തുന്ന ദൈവസ്നേഹമാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അത് തൻ്റെ ബിസിനസ്, അതെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അപ്പോൾ ബിസിനസ്സിലെ അഭിവൃദ്ധി അത് വളരെ സീറോ ലെവലിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ നിന്ന്, അതായത് തങ്ങൾക്കുണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. പിന്നീട് അവിടെ അതൊരു പരാജയമാകുന്നു എന്ന് കാണുമ്പോൾ പ്രത്യേകം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് നാം കേട്ടത് എത്രമാത്രം അഭിവൃദ്ധി ഉണ്ടായി, തങ്ങളുടെ കടബാധ്യതകളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ഇന്നും ആ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പിന്നീട് ബിസിനസ്സിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്ന താൻ എടുത്ത മറ്റൊരു സംരംഭം, അതിനും എങ്ങനെയാണ് ഒരു സ്വപ്നത്തിലൂടെയൊക്കെ തനിക്ക് മുന്നറിവ് കിട്ടുന്നു. അങ്ങനെ ഈ മകൻ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് മഹനീയമെന്ന് നാം തിരുവചനങ്ങളിലൂടെ ശ്രവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ പിന്നീട് അതൊക്കെ വളരെ വലിയ സക്സസ് ആകുന്നതും തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ചുണ്ടായ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് അതൊക്കെ എങ്ങനെ തരണം ചെയ്യുവാനായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഇന്ന് കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ ഓൺലൈൻ ഗൂഗിൾ മീറ്റിലൊക്കെ അതിലൂടെയും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ ലഭിച്ച് കോവിഡ് കാലത്ത് തങ്ങളുടെ മൂത്ത മകൾക്ക് അതെങ്ങനെയാണ് കൃപയായി അന്ന് ആ മകൾക്ക് ലഭിച്ചത്. അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല, കൃപാസന പത്രം ലഭിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും പിന്നീട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈശോയോട് ഒന്നിച്ച് തങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമായിട്ട് ഇന്നവർക്ക് മാറുന്നു. ഇന്ന് വൈഫും വന്ന് ഉടമ്പടി എടുത്തു. ആണോ? ഇന്ന് കുടുംബം ഒന്നാകെ, അതായത് ഹസ്ബൻഡും വൈഫും മക്കളും ഒരുമിച്ച് ഉടമ്പടിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ പാറമേൽ കയറ്റി നിർത്തി ദൈവം ഇന്ന് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം.